Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yes, very good afternoon. How are you all? How are Fine, you? ma'am. Fine, ma'am. പഞ്ചില് പറഞ്ഞേ ഫൈൻ ആണെന്ന്. Fine, ma'am. Fine, very good. Okay. നിങ്ങളുടെ റെസ്പോൺസിന്റെ ആ ഒരു പഞ്ചും ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനുള്ള ഒരു എന്താ പറയാ എനർജി എന്ന് പറയുന്നത്. സോ എന്ത് നമുക്ക് കിട്ടുന്നോ തിരിച്ചതേ ഇതിൽ തന്നെ തിരിച്ചു കൊടുത്താൽ ഒരു എനർജിയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. നിങ്ങള് ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പറഞ്ഞപ്പോ ആരും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായി പിള്ളേരൊന്നും മിണ്ടൂലേ എന്ന് ആയേനെ. സോ അവസാനം വന്നു നിങ്ങളെ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് മാത്രമുള്ള ഒരു പരിചയമായിരിക്കുമല്ലേ. ഓർമ്മയുണ്ടാന്ന് ആർക്കറിയാം? ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? യെസ്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ ചോദിക്കണ പോലെ. അതെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ആൻഡ് അവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നോട്ട് റിഗാർഡിംഗ് ദ സിലബസ് ബട്ട് എനിത്തിങ് എൽസ് റിഗാർഡിംഗ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, യുവർ കോഴ്സ്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഐ വിൽ ബി ദർ ഫോർ യുവർ എനി ഹെൽപ്പ് ഓർ അസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അന്ന് പറഞ്ഞിട്ട് പോയതാ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നമ്മുടെ കോഴ്സിനെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ സ്മാർട്സിനെ സംബന്ധിക്കുന്നതോ ആയിട്ടുള്ള ടോപ്പിക്കിന്റെ എല്ലാം സിലബസിലെ എല്ലാം എടുത്തു പറഞ്ഞിരുന്നു. അല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഒരു വിളിപാട് അകലെ ഞാൻ അവിടെ ഉണ്ട്, വരും എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? പറഞ്ഞോ? നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട്. ഇനി നമ്മുടെ 25th ബാച്ചിനോട് പറഞ്ഞോ എന്ന് ഞാൻ മറന്നുപോയതാണെന്ന് അറിയാനാണ്. യെസ്, നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ല. അതിന്റെ അർത്ഥം യു ആർ നോട്ട് ഫേസിങ് എനി ഡിഫിക്കൽട്ടീസ് വിത്ത് സ്മാർട്ട് ശ്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്മാർട്ട് ശ്രീയുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതില് വി ആർ വെരി പ്രൗഡ്. അതിലെനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മളന്ന് എന്റെ ഒരു വാക്കില് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നപ്പോ ഞാൻ അതിനകത്ത് കുറെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ക്ലാസ്സുകളൊക്കെ നല്ലതാണ്, ടീച്ചേഴ്സ് അതുപോലെ ഇടയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾ അവരത് ക്ലിയർ ചെയ്തു തരും എന്നൊക്കെ കുറെ പ്രോമിസ് ഒക്കെ തന്നിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അതെല്ലാം വെരി വെൽ ഗോയിങ് ആണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ബിക്കോസ് ഈ ഒരു നിമിഷം വരെ നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ല, ടീച്ചറെ ഒന്ന് വരണം, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. ചെയ്തിരുന്നോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? എനിവൺ? ഇവിടെ നമ്മുടെ ഓൺലൈനിലെ ക്ലാസ്സിൽ ഒരു എന്താ പറയാ കുറച്ച് എല്ലാ ദിവസവും കയറുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ. അപ്പൊ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ പറയാ. റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഓഫീസിലേക്കായിരിക്കും അറിയിക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിഷാമിസിന് ഒന്ന് വേണം എന്ന് പറയുമായിരിക്കും. പക്ഷെ ഐ തിങ്ക് അങ്ങനെ ഒരു സന്ദേശം എനിക്ക് ലഭിച്ചിട്ടില്ല, ആരും തന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി കേം ടു സീ യു. നിർബന്ധിച്ച് ഇങ്ങനെ വന്നിട്ടാണ്, ഞാൻ സ്വയം എന്നെ തന്നെ നിർബന്ധിച്ച് ഇങ്ങനെ വന്നിട്ടാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. ഏകദേശം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ. ഐ തിങ്ക് യു ആർ ഓൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കോഴ്സ്. ആണോ? എല്ലാവർക്കും സന്തോഷമാണോ? ഹാപ്പി ആണോ? പഠിക്കുന്നതൊക്കെ എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മളുടെ ഡിപ്ലോമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ജോയിൻ ദ PG ക്ലാസ്സസ് വിച്ച് ഈസ് അവൈലബിൾ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ PG ഇതിന്റെ ഒപ്പം ഇഷ്ടംപോലെ പിള്ളേർ ചേരുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ 6th ബാച്ച് PG മാത്രം കംപ്ലീറ്റ് ചെയ്തു. കഴിയുന്ന 2-3 ബാച്ചസിനെ ഒരുമിച്ചിട്ടാണ് നമ്മൾ PG സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്പൊ അങ്ങനെ വരുമ്പോ ആ PGയും ഏകദേശം ഒരു 6 ബാച്ച് ഇവിടെ 5th ബാച്ച് വരെ കംപ്ലീറ്റ് ചെയ്തു. 6th ബാച്ച് ഗോയിങ് ഓൺ ആണ്.
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു നെക്സ്റ്റ് മന്തോടുകൂടി തീരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. PG കൂടി എടുക്കാനുള്ളവർ ചിലപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവരിലുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചു പേരൊക്കെ PG കൂടി എടുക്കാവുന്ന ആളുകളാണ്. PG കൂടി പറഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഐ നോ ദാറ്റ്. പക്ഷെ ഇനി ആർക്കെങ്കിലും ഇനിയും PG എടുക്കണമെന്ന് ഈ എന്താ പറയാ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം കിട്ടിയതിന് ശേഷം ഇനിയും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാനത് ഓർമ്മിപ്പിച്ചത് മാത്രം. എന്തിനാ ടീച്ചർ എന്തിനാ വന്നേന്നായിരിക്കോ ഇനി അടുത്ത സംശയം? എന്ന് കാണാൻ വന്നതാണെന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നേ. ഇനി ഐഡിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാമോ? എന്തെങ്കിലും ക്ലാസ് ചാപ്റ്റർ എടുക്കാനായിരിക്കും. ചാപ്റ്റർ എടുക്കാനായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ തോന്നി? എന്താ പേര്? പ്രാൻഷ. ഓക്കെ, പ്രാൻഷ. നമ്മള് പേരുകളെ എഴുതുന്നതും ചിലര് പ്രനൗൺസ് ചെയ്യുന്നതും ഒക്കെ പല രീതിയിലായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രാൻഷ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു പേരാണ്. ഒരു ഡിഫറെന്റ് നെയിം ആണ്. ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് കേട്ടോ. എന്താ പ്രാൻഷയ്ക്ക് പറയാനുള്ളേ? ആതിര മാം കുറച്ച് ദിവസമായിട്ട് ലീവ് ആണല്ലോ, അപ്പൊ അതിന് പകരം മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാം എടുക്കായിരിക്കാം എന്ന് വിചാരിക്കണം. ഓക്കെ, ആതിര മാം ആണ് ലീവ് ആയിരിക്കുന്നത്. ആതിര മാമിന്റെ പകരം അപ്പൊ വേറെ ആരും ക്ലാസ്സിൽ വന്നില്ല? വന്ദന മാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പുതുതായിട്ട് വന്ന ടൈം ടേബിളിൽ വന്ദന മാമിന്റെ പേരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വേണ്ടിയായിരിക്കും വന്നത്. അതെ, അപ്പൊ ക്ലാസ് അങ്ങനെ എടുക്കാനായിരിക്കാം എന്ന് വിചാരിക്കണം. അത് തന്നെയാണ്. യു ആർ റൈറ്റ്. പ്രഡിക്ഷൻ തെറ്റിയില്ല, കറക്റ്റ് ആണ്. വന്ദന മിസ്സിനും ചില പേഴ്സണൽ കാര്യങ്ങളുള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. മീൻസ് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ചില കുട്ടികളുടെയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ചില കാര്യങ്ങൾ കൊണ്ട് താൽക്കാലികമായിട്ട് ഒന്ന് റിലീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കുറവ് നമുക്കൊന്ന് എന്താ പറയാ നമ്മളൊന്ന് നികത്തണം അല്ലെ, ടാലിയാക്കണം. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയും ഉള്ള ടീച്ചേഴ്സിന് തന്നെ ഒരു ബേർഡൻ ആയിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയതാണ്. വേറെ ക്ലാസ്സുകളുണ്ട്, പക്ഷെ എങ്കിലും എന്താ പറയാ അതൊരു തീരാൻ പോകുന്ന ക്ലാസ്സുമാണ്. നിങ്ങളെ പുറത്തൊന്ന് കാണാലോ. കുറച്ച് ദിവസം കുഞ്ഞു ചാപ്റ്റർ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒത്തിരി എനിക്ക് പഠിപ്പിക്കാനുള്ളൂ. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾറെഡി എല്ലാവരുടെയും തീരാറായിരിക്കുന്ന ബാച്ച് ആണെന്നും അവർ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കി. ഞാൻ തന്നെ തീർക്കോളാന്ന് അവിടെ പറയുകയും ചെയ്തു. മറ്റേ ക്ലാസ്സേ ഉള്ളൂ ഒരു ദിവസം കേട്ടോ. വീക്കിലി ഒരു ക്ലാസ് ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു ഞാൻ ഇട്ട ടൈം ടേബിൾ മീൻസ് ട്യൂസ്ഡേ ആണ്. പക്ഷെ ഇന്നലെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അതുകൊണ്ടായി ഇത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഓക്കെ ആണോ? എന്താ പറയാ നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ നല്ലതാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും വിളിക്കാൻ ചെയ്യുന്നത്. ക്യാൻ യു മേക്ക് സം റിവ്യൂ അബൌട്ട് ഇറ്റ്? അതിനെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഒരു പറയാൻ പറ്റുമോ? നമ്മുടെ ഇത്രയും സമയം ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പോയി, ഒരു 6 മാസത്തെ കോഴ്സ് ആയിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. എന്തെങ്കിലും ജസ്റ്റ് ഇൻ 2 or 3 sentences. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് PG ഡിപ്ലോമയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. അപ്പൊ ഇത് എക്സാം ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ എക്സാമും എഴുതണോ? മെയിൻ എക്സാം അപ്പൊ 2 പ്രാവശ്യം ഉണ്ടാവോ? 2 പ്രാവശ്യം. ഇപ്പൊ ഇത് 6 മാസത്തെ കോഴ്സിന്റെ ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവും. അതെ, വേണമല്ലോ. കാരണം ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഏത് കോഴ്സ് എടുത്താലും ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് PG. അപ്പൊ ഡിപ്ലോമയിൽ വി ഹാവ് ടു പാസ് അല്ലെ, നമ്മൾ ജയിക്കണ്ടേ? ഡിപ്ലോമ ജയിച്ചിട്ടാണ് അതിന്റെ PG. അപ്പൊ ഡിപ്ലോമയുടെ ഫൈനൽ എക്സാംസ് നിങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ PGയുടെ വരുമ്പോ PGയുടെ ഫൈനൽ എക്സാം എഴുതണം. PGക്ക് മോഡൽ നേരിട്ട് എന്താ പറയാ ഫൈനൽ എക്സാം ആണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾ മൊഡ്യൂൾ എക്സാം ഒക്കെ നിങ്ങൾ മോഡൽ എക്സാം പോലെ നമ്മളോട് നടത്തുന്നുണ്ട്. സോ നിങ്ങൾ അത് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പിന്നെയും PGയുടെയും മോഡലിന്റെ ആവശ്യമില്ല. മോഡൽ നേരിട്ട് മെയിൻ എക്സാം ആയിട്ടാണ്. ഓക്കെ, മെയിൻ എക്സാമിന് ഇപ്പൊ 4 മൊഡ്യൂളും ഒരുമിച്ചാണോ ഇടാറ്, അതോ ഓരോ മൊഡ്യൂളും ഓരോ പേപ്പർ ആയിട്ടാണോ? ഓരോ പേപ്പറും ഓരോ മൊഡ്യൂളും. ഓക്കെ, സിംഗിൾ ആയിട്ടാണ് കേട്ടോ. ഫൈനൽ എക്സാംസ് 4 പേപ്പേഴ്സ് ആണ്. ഓക്കെ, നമ്മളുടെ സ്പോൺസറിയെ കുറിച്ചോ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും റിവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതർവൈസ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം, എന്റെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നുമില്ല പറയാൻ? എനിത്തിങ് എന്തെങ്കിലും ഒന്ന് പറയും നമ്മളെ കുറിച്ച്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ആണ് ചോദിച്ചത് ഫ്രണ്ട്സ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
പൊതുവെ നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും സംസാരിക്കാത്തവരാണോ H25 ഈ അൺമ്യൂട്ട് ചെയ്യാത്ത സമയത്ത് യു ക്യാൻ സ്പീക്ക്. മ്യൂട്ട് ചെയ്യുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി. അൺമ്യൂട്ട് ചെയ്യാതെ ടീച്ചർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അതിനും കൂടിയാണ് ഞാനിപ്പോ ഒന്ന് തുടങ്ങിയിട്ട് അതിനുശേഷം ക്ലാസ് തുടങ്ങാന്നാണ് വിചാരിച്ചത്. മൗനം സമ്മതം, നത്തിങ് അല്ലേ? ഒന്നുമില്ലല്ലോ പറയാൻ, ഷെയർ ചെയ്യാനൊന്നുമില്ല, നല്ലതുമില്ല ചീത്തയില്ല, അങ്ങനെ ന്യൂട്രൽ രീതിയിൽ പോകുന്നു എന്നാണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല മാം, ക്ലാസ് ഒക്കെ നല്ലതാണ്. നല്ലതാണ്. ഇത് ദിവസം കുഞ്ഞു വാക്ക് മതി, ഉന്മേഷം കിട്ടട്ടെ. ഫസ്റ്റ് ക്ലാസ്സിലല്ലേ ഞാൻ കയറുന്നത്. സർഫ്രാസ, എന്താ പേര് പറഞ്ഞേ? സർഫറാസ. സർഫ്രാസ. ഓക്കെ, സർഫ്രാസ. ഓ, ഇതൊക്കെ പുതിയ പുതിയ പേരാണല്ലോ. ഞാനിപ്പോ ഇതൊന്നും കേട്ടില്ല. നേരത്തെ പറഞ്ഞ പേരും ഇപ്പൊ പറഞ്ഞ പേരും ഇറ്റ്സ് ന്യൂ ടു മീ, പുതിയതാണ്. ഓക്കെ, അപ്പൊ ഇതില് ബാക്കിയും ഉള്ള ആളുകളുടെയും പേരുകളൊക്കെ പുതിയ പുതിയ പേരായിരിക്കും. ആ പേര് കണ്ടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാട്ടോ. ഓക്കെ, ഇനി വേണ്ട, ഇപ്പൊ സംസാരിക്കണ്ട. ഇനി നിങ്ങൾക്ക് പോകെ സംസാരിക്കാം. കുറച്ച് ദിവസം നമ്മൾ ഉണ്ടല്ലോ എന്തായാലും ഈ മാസം അവസാനം വരെ. സോ ഇനി നമുക്കൊന്ന് മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകണ്ട. യെസ്, സോ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ 4th ചാപ്റ്റർ ആണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ആരെങ്കിലും എടുത്തോ ഈ ചാപ്റ്റർ? 4th മൊഡ്യൂളിലെ ലാസ്റ്റ് മൊഡ്യൂളില് 4th ചാപ്റ്റർ തന്നെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ആരും എടുത്തിട്ടില്ല. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഓർ മെഡിക്കൽ അപ്പാരറ്റസ് ആണ്. എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്? The equipments which have been seen in a hospital for making the diagnosis and the treatment of any disease or injury. That's called medical equipments. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ പറയുകയാണെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഡയഗ്നോസിസ് പർപ്പസിന് രോഗത്തെ നിവാരണം ചെയ്തെടുക്കാനും ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട്, ഇഫ് യു ഹാവ് എനി ഡിസീസ് ഓർ ഇൻജുറി, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ഇൻജുറീസോ ഒക്കെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് നമ്മുടെ രോഗം എന്താണെന്ന് പരിശോധിച്ചറിയാനോ നമുക്ക് ചികിത്സ തരാനോ ട്രീറ്റ്മെന്റ് തരാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ മെഷീൻസ്, എക്യുപ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അതിനല്ലേ ഉപയോഗിക്കാം. Can you say some examples for medical equipments? എന്തൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് പരിചയമുള്ളത്? സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമേ what all medical equipments are seen in common ആയിട്ട് കാണുന്ന ചില മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പേരുകൾ അറിയാമോ? പേര് പറയാമോ? നിങ്ങൾ തന്നെ പറയേ. അറിയോ? ഞാനൊന്ന് സൗണ്ട് വീണ്ടും അൺമ്യൂട്ട് ചെയ്യാം. സോ നിങ്ങൾക്കൊന്ന് പറയൂ. BP നോക്കുന്ന സാധനം അല്ലെ? BP അപ്പാരറ്റസ്, അതിനൊരു പേരൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. യെസ്, ഇനി തെർമോമീറ്റർ, then ട്രോളീസ്. Okay, then സ്വാഭാവികമായിട്ട് കാണുന്ന മോണിറ്റേഴ്സ്, then വീൽ ചെയർ. ഓക്കെ, പിന്നെ സ്റ്റെതസ്കോപ്പ്. ഓക്കെ, തെർമോമീറ്റർ പറഞ്ഞു. യെസ്, പൾസ് ഓക്സിമീറ്റർ, വെയിങ് മെഷീൻ, സ്ട്രെച്ചേഴ്സ്, നെബുലൈസർ. ഓക്കെ, നമ്മളെ പോലെ എല്ലാവരും നമ്മൾ സാധാരണ കാണുന്നത്. ചിലപ്പോ ചില എന്താ പറയാ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചിലപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ വി മേ നോട്ട് ബി അവെയർ ഓഫ് സച്ച് മെഷീൻസ് വിച്ച് ആർ യൂസ്ഡ് ദർ. ചില ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽസേ നമ്മൾ ചിലപ്പോൾ പ്രവേശിക്കാത്ത സ്ഥലമായിരിക്കും. അവിടെയുള്ള ചില മെഷീൻസ് ഒന്നും നമുക്ക് ചില പരിചയങ്ങൾ ഉണ്ടാകണം നിർബന്ധമില്ല. എന്നാൽ കോമൺ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ചില മെഷീൻസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആകാനും, അല്ലെ? അതുപോലെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞ BP നോക്കുന്ന മെഷീൻ. ഒക്കെ നമുക്ക് എന്താന്ന് പറയാം. തെർമോമീറ്റർ ഉണ്ട്, ട്രോളീസ് ഉണ്ട്, വീൽ ചെയർസ് ഉണ്ട്, സ്ട്രെച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന അപ്പാരറ്റസുകളാണ്, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. സി, ഇറ്റ് ക്യാൻ ബി ദീസ് മെഷീൻസ് ഓർ എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഐദർ സിംഗിൾലി മീൻസ് ഓർ ജോയിന്റ്ലി. ചില മെഷീൻസ് ഒക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ഉപയോഗിക്കും, ചിലത് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ചേർത്ത് ഒരുമിച്ച് ഉപയോഗിക്കേണ്ട, പോവായിട്ട് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതാണ് ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉപയോഗിക്കുന്ന മെഷീൻസ് കുറെ ഉണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ ഹെൽപ്പ് അസിസ്റ്റൻസ് കൂടിയേ മറ്റേത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്താണ്? It is used for the purpose of diagnosis and treatment. If you are hospitalized or if you are having any disease or with any injury or rehabilitation,
നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകള് അല്ലെങ്കിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ വേണ്ടിയിട്ട് എന്താ പറയാ ഈ കുറച്ചധികം ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നത്, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ദേ യൂസ് ഡിഫറെന്റ് എക്യുപ്മെന്റ്സ്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെഡിക്കൽ അപ്പററ്റസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് സിംഗിൾലി ഓർ ജോയിന്റ്ലി, ആയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒറ്റയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇവന്റൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ ലൈക്ക് ദാറ്റ് അതുപോലുള്ള സം മെഷീൻസ് ആർ ഗോയിങ് ടു ബി ലേൺഡ് ഇൻ ദിസ് ചാപ്റ്റർ. വി ആർ ഗോയിങ് ടു ലേൺ സം മെഡിക്കൽ എക്യുപ്മെന്റ്സ്. സാധാരണയായിട്ട് ഹോസ്പിറ്റൽസിൽ കാണുന്ന ചില മെഡിക്കൽ എക്യുപ്മെന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ് പേര് കണ്ടിട്ടുണ്ടോ? സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? ചിലപ്പോ പോകുന്നുണ്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ഒരു അറിവ് കിട്ടി. സ്ക്രീനിലെ പ്രസന്റ് ചെയ്യുന്ന സംഭവം ഉണ്ടാവാറില്ല, അത് വിട്ടു പോകുന്നു. എന്താ പറയാ, കാണാൻ കുട്ടികൾക്ക് കാണാൻ പറ്റാതെ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അയ്യോ, ഓക്കെ. അപ്പൊ ഇവിടെ വിസിബിൾ ആണ്. ഫസ്റ്റ് മെഷീൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഡീഫിബ്രിലേറ്റർ. ഓക്കെ, ഡീഫിബ്രിലേറ്റർ. ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്താണ് ഈ സാധനം? ഈ ഒരു മെഷീൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണത്? നമ്മൾ കേട്ടിട്ട് അല്ല, നേരിട്ട് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. നവഡേയ്സ് ഇതൊരു കോമൺ യൂസേജ് ആണ് ആളുകളുടെ ഇടയിൽ. കാരണം നവഡേയ്സ് വി ക്യാൻ സീ മോസ്റ്റ് പീപ്പിൾ ഹാവ് സം ഹാർട്ട് പ്രോബ്ലംസ് ഓർ ഹാർട്ട് ഇഷ്യൂസ് ലൈക്ക് കാർഡിയാക്ക്, അല്ലെ? കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അസുഖങ്ങളാണ് ഇന്ന് ആളുകൾ ഫേസ് ചെയ്യുന്നത്, അല്ലെ? ഒരു എന്തോ അറിയില്ല, ഒരുപാട് ആളുകൾ ഇത്തരം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ചിലവര് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. നമുക്ക് അറിയില്ല, അത് ആൾക്ക് പെട്ടെന്നായിരിക്കും, വിത്തിൻ മിനിറ്റ്സ് ആള് ഇല്ലാതാകുന്ന, എന്താ പറയാ, ആളുടെ ലൈഫ് ലോസ്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? പെട്ടെന്ന് ഇന്നലെ കൂടി ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ്, വളരെ എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ഓടി നടന്ന് ചെന്ന് പെട്ടെന്ന് ഇന്ന് രാവിലെ കേൾക്കുന്നു ആള് ഇല്ല എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇന്ന് ഒത്തിരി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇന്ന് ആളുകൾ ഫേസ് ചെയ്യുന്നത്. മേ ബി റീസൺസ് ഫോർ ഇറ്റ്. എന്തായാലും അതിന്റെ കാരണങ്ങൾ മേ ബി അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ മാറി മറിഞ്ഞും പണ്ടത്തതുപോലെയൊന്നല്ല. വി ആർ ഡിപ്പെൻഡിങ് ഓൺ ജങ്ക് ഫുഡ്, അല്ലെ? പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടാകുന്ന ഫുഡുകളും ജങ്ക് ഫുഡുകളും ഹോട്ടൽ റെസ്റ്റോറന്റ് ഭക്ഷണങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് മേ കോസ് മെനി ഡിസീസസ് ലൈക്ക് ഹാർട്ട് ഡിസീസസ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടും ആൻഡ് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആവശ്യത്തിന് എക്സസൈസ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ കലോറി മെൽറ്റ് ആക്കി കളയുന്ന ചില കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർ ലെസ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് നമ്മൾ എന്താ പറയാ നമ്മളെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാവരും എന്താ പറയാ ഇതുപോലെയുള്ള കസേരയിലൊക്കെ എപ്പോഴും ഇരുന്ന് ഉള്ള ജോലി, ഇരുന്നിട്ടൊക്കെ ഉള്ള ജോലി, ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു രീതി കുറവുകളിൽ പോകുന്നത് കൊണ്ടായിരിക്കാം. മേ ബി വൺ ഓഫ് ദ റീസൺ ആണ് കേട്ടോ. എല്ലാത്തിലും അത് ആണ് കാരണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു റീസൺ അതായിരിക്കാം. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അധികം ചെയ്യാത്തതാകാം, എക്സസൈസിന്റെ കുറവാകാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകാം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആകാം, മെനി റീസൺസ് ഉണ്ട്. അപ്പൊ ഈ റീസൺസ് ഒക്കെ കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത്തരം ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ വരാം. സോ വെൻ വി ആർ ഹാവിംഗ് എ ഹാർട്ട് പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ ഇഫ് ഇറ്റ് ഈസ് അബ്നോർമൽ, കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ, നോർമൽ അല്ലാത്ത രീതിയിൽ ആകുന്ന സമയത്ത് we can use such a machine which is called defibrillator. Defibrillator എന്ന് പറയുന്ന ഈ എക്യുപ്മെന്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റിലേക്ക് ടു ബ്രിങ് ബാക്ക് into a normal stage, ആ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ബൈ സെറ്റിംഗ് സം ഇലക്ട്രിക് പൾസ്, ഇലക്ട്രിക് ഷോക്ക് ടു ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു എന്താ പറയാ ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു പ്രസ്സിംഗ് ആണ്. ആ ഒരു ഇലക്ട്രിക്കിന്റെ ആ ഒരു ഷോക്ക്, എന്താ പറയാ പൾസ് ഷോക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നോർമൽ സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ? മനസ്സിലായോ? യെസ്. ആൻഡ് ദ ഹോസ്പിറ്റൽസ് ആർ നവഡേയ്സ് യൂസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ്. ഇത് ഒരു രീതിയിലുള്ളതല്ല കേട്ടോ, പല രീതിയിലുള്ളതുണ്ട്. യു ക്യാൻ ചെക്ക് ഔട്ട് ത്രൂ ഗൂഗിൾ. നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പല വേരിയേഷൻസ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ഫിഗർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഈ ടെക്സ്റ്റ് ബുക്കില് എന്ന് പറയുന്നത് ഒരു 2 dimensional പിക്ചർ ആണ്, പടമാണ്, പടം അല്ലെ, ഇമേജ് ആണ്.
ഇതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു 3D പിക്ചർ ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോഴത്തെ ക്ലാസ് നോക്കണ്ട, ക്ലാസ് കഴിയുമ്പോൾ നോക്കുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫിബ്രിലേറ്റേഴ്സ് ഏതൊക്കെയാണ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്, അതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു മനുഷ്യരിൽ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിക്കോട്ടെ. നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴേ തിയററ്റിക്കൽ ആയിട്ട് ടീച്ചർ പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് അപ്ഡേറ്റായിട്ട് വിശ്വസിക്കേണ്ടതല്ല, മീൻസ് അത് മാത്രമാണ് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ 100% അതാണ് എന്ന് മാത്രം അങ്ങോട്ട് എന്താ പറയാ മനസ്സിലാക്കാതെ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് നൗഡേയ്സ്. ഇന്ന് അതിനുള്ള സൗകര്യമുണ്ട്. നമ്മളൊക്കെ പണ്ട് കാലത്ത് പഠിക്കുമ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു ചിലപ്പോഴൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ അതിന് സൗകര്യമുണ്ട്. കാരണം നമുക്ക് ഫോണില് നമ്മുടെ ഫിംഗർ ടിപ്പിൽ നമ്മൾ എല്ലാം നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം അല്ലെ. കുട്ടികൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ദേ ആർ നോട്ട് കമ്മിങ് ടു അസ്, നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല, അമ്മ അതെന്താണ്, ഇതെന്താ ഇങ്ങനെ, they are not asking questions to us. പണ്ടൊക്കെ അച്ഛന്മാരും അമ്മമാരുടെ ഒക്കെ എന്താ പറയാ വിരൽ തുമ്പി പിടിച്ചോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പണി ചെയ്തോണ്ട് ചെന്നിങ്ങനെ ശല്യം ചെയ്തോണ്ട് അമ്മ ഏതെന്ത് ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ട, അമ്മയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഗൂഗിൾ ഉണ്ട്. അവർ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോ അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക്, പൾസ് ഷോക്ക് കൊടുത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റിനെയൊക്കെ നോർമൽ കണ്ടീഷൻസിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് defibrillator, and the hospitals they use different types of defibrillators. കൂടുതൽ വേറെ രീതിയിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതില് ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് AEDs. AED means automated automated external defibrillator. കേട്ടോ, ഇലക്ട്രോണിക് എന്നാണോ പറഞ്ഞത് നേരത്തെ? ഇലക്ട്രോണിക് എന്നാണോ ഞാൻ പറഞ്ഞത്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കേട്ടോ, AED ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് കോമൺ ആയിട്ട് ഇന്ന് ചില പബ്ലിക് പ്ലേസസിലൊക്കെ. മീൻസ് ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഹാർട്ട് ഇഷ്യൂസുമായിട്ട് പ്രോബ്ലംസുമായിട്ട് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ചില ഇതുപോലെയുള്ള പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം ഉപയോഗിക്കും. ബിക്കോസ് ആ ഒരു എന്താ പറയാ സമയത്ത് നമ്മൾ ഇഫ് യു ആർ ഗിവിംഗ് സച്ച് എ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഈ സാധനം ഉപയോഗിച്ച് പെട്ടെന്നുള്ള ചികിത്സ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേവ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓർ ആൻ ഇൻഡിവിജ്വൽ. ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒക്കെ ലൈഫിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പല പൊതു സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫിബ്രിലേറ്ററിന്റെ പേരാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അല്ലെങ്കിൽ AED എന്നതിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ടു സേവ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ദോസ് ഹു ആർ ഫേസിങ് കാർഡിയാക് അറസ്റ്റ് പ്രോബ്ലംസ്. അതായത് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് നോക്കണം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇതിന്റെയൊക്കെ എങ്ങനെ ഇത് ഇരിക്കുന്നു, ഇതിന്റെ മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നല്ല കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ കാണിക്കും. അതിന്റെ പിക്ചർ ആണ്, ഇമേജ് ആണെങ്കിൽ ഇമേജ് കാണിക്കും. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സച്ച് വീഡിയോസ് ഓഫ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പൊ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ? ഒന്നാമത്തെ മെഷീന്റെ പേര് മനസ്സിലായോ? അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? യെസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമേ പറഞ്ഞ എന്താ പറയാ കൂടുതൽ പേരും പറഞ്ഞ അടുത്ത ഒരു എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റേഴ്സ്. അവിടെ അതെ തെർമോമീറ്റേഴ്സും ഡിഫറെന്റ് ടൈപ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് തെർമോമീറ്റർ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ആണ്, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് ആൻഡ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. ഞാനൊന്ന് ചോദിക്കട്ടെ, വിച്ച് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഹാവ് യു സീൻ? നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്? എല്ലാം കണ്ടിട്ടുണ്ടോ? ചോദിക്കട്ടെ, ഞാൻ പറ. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് കണ്ടിട്ടുണ്ട്. യെസ്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് അതൊക്കെ പണ്ട് തുടങ്ങിയുള്ളതാണ്. ഇപ്പൊ അധികം അത് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. ഫോർഹെഡ് തെർമോമീറ്റർ കണ്ടിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും. ആ കൊറോണയൊക്കെ വന്ന സമയത്തെ ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി ഹോസ്പിറ്റൽസ് ആയി ഈ സാധനം ഉപയോഗിച്ചിരുന്നത്. ഫോർഹെഡ് തെർമോമീറ്റർ നമ്മുടെ ഫോർഹെഡിന്റെ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മൂന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? സോ ഐ തിങ്ക് നമ്മൾ ആരും തന്നെ എന്ത് കണ്ടിട്ടില്ല, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ കണ്ടിട്ടില്ല. അത് പോലെ തന്നെ ഈ ഓരോ മെഷീൻസും എക്യുപ്മെന്റ്സും നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. നമ്മൾക്ക് സിലബസിന്
നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സിലബസിന് നമുക്ക് ഇതിന്റെ എന്താണ് അതെന്നും ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇത് മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ഓരോ എക്യുപ്മെന്റും എന്താണ്, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് മാത്രം അറിയാനുള്ളൂ. ലൈക്ക് നമ്മൾ നേരത്തെ ഡിഫിബ്രിലേറ്ററിന്റെ കാര്യം പറഞ്ഞതുപോലെ അതൊരു മെഷീൻ ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു സേവ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ദോസ് ആർ സഫറിംഗ് ഫ്രം കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് ഒക്കെ കൊടുത്ത് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം, ഒരു എക്യുപ്മെന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പേരും അതെന്തിനു ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് തെർമോമീറ്റേഴ്സും. അതിനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഫോർ യുവർ നോളജ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയാ ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെ, പുതിയ രീതിയിൽ നമ്മൾ പഠിക്കാനാണെങ്കിൽ എന്താണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ. അതിനാണ് പറഞ്ഞത് ഗൂഗിൾ സെർച്ച് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിവിടെ പടം ഒന്നും ഇമേജ് ഒന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി അവിടെ കുറച്ച് ഇമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ നല്ല ഭംഗിയിൽ നല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇമേജ് ആണ്, 2D പിക്ചർ ആണ്. 3D പിക്ചേഴ്സ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വേ ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെ ഉണ്ട്. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പൊ പിന്നെ നമ്മളിവിടെ വെറുതെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടല്ലോ സമയം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യെസ്, അപ്പൊ നമ്മള് ഈ പറയുന്ന ഈ 3 രീതിയിലുള്ള തെർമോമീറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ അല്ലെ, ടു ഗിവ് ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് റിസൾട്ട്സ്. പെട്ടെന്ന് ഡിജിറ്റൽ ആണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ ഡിജിറ്റ് ആയിട്ട് കാണിക്കും. നമ്മളുടെ എന്താ പറയാ ടെമ്പറേച്ചറിന്റെ മെഷർ ചെയ്തിട്ട് ഡിജിറ്റൽ ആയിട്ട് നമുക്ക് അതിന്റെ മെഷർമെന്റ് പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടും കിട്ടുന്ന ഒരു തെർമോമീറ്റർ. അതാണ് ഫസ്റ്റ് വൺ, ഡിജിറ്റൽ തെർമോമീറ്റർ. പേരുകൾ 4 മറക്കാതെ തെറ്റിക്കാതെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ആരും തന്നെ പറഞ്ഞില്ല ഇത് കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മളും ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കാണാം. നമ്മുടെ ഇയറിൽ കൂടിയാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഈ ഇയറിൽ കൂടി മാത്രമല്ല, നമ്മുടെ റെക്ടമിൽ കൂടി. റെക്ടം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ റെക്ടം? എന്താ റെക്ടം? കൊച്ചുകുട്ടികൾക്ക്, തീരെ കുഞ്ഞു കുട്ടികൾക്കാണ് ഈ മറ്റേ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ ഉപയോഗിക്കുക. ബിക്കോസ് അവർക്ക് എവിടെ ഇങ്ങനെ വെക്കാനോ, അവർ ചിലപ്പോ ഇരുന്ന് കരുതിയ മര്യാദയ്ക്ക് അങ്ങനെയൊക്കെ വരുമ്പോ അത് നോക്കാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇയറിലേക്കും ഇതേപോലെ തന്നെ നമ്മുടെ ഡയഫ്രം അതിന്റെ ഉള്ളിലേക്ക് ഇവിടെ അതിനൊരു കുഞ്ഞു നോബ് ഉണ്ട്. ആ നോബ് ഇയറിന്റെ അവിടേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ റെക്ടമിലും ഈ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കാണ് കൂടുതലും ചെയ്യാം. കുഞ്ഞു വാവുകൾക്കൊക്കെ അവര് എന്താ പറയുക, റെക്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ് പാർട്ട് ഓഫ്, അതില്ല നിങ്ങൾ ഉത്തരം, എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ. നമ്മുടെ വൻകുടലിന്റെ അറ്റത്തെ ഭാഗമാണ്. അപ്പൊ എവിടെയാണ്? വയറിന്റെ അറ്റത്തായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആനസിന്റെ അവിടേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ആനസിന്റെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ടെമ്പറേച്ചർ നോക്കാനായിട്ട് ഈ പ്രോബ്, ആ ഒരു മുമ്പിൽ ഒരു പ്രോബ് ഉണ്ട്, അത് വെച്ച് കുട്ടിയുടെ ചെച്ച് കടത്തിയിട്ട് അതിലൂടെ അങ്ങനെ വെച്ചിട്ട് അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. സോ അതും ഒരു ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററും ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള എന്താ പറയാ വേ ആണ്, ഒരു വഴിയാണ് കേട്ടോ. ഇതൊരു ന്യൂ ടെക്നോളജിയാണ്. ഈ ഇതിന്റെ ഒരു റേ ഉണ്ട്, ഇതിന്റെ ഉള്ളിലെ ഒരു റേ അങ്ങനെ കടന്നു പോയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ ക്യാച്ച് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ പറ്റും അവർക്കത്. അതുമേ ഇതുപോലെ തന്നെ ഡിസ്പ്ലേഡ് ആകും. കൊച്ചുകുട്ടികളുടെയൊക്കെ ടെമ്പറേച്ചർ എടുക്കാനായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്തിനാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തന്നെയാണ് ഈ 4 തെർമോമീറ്റേഴ്സും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻ ഡിഫറെന്റ് വേസ് ആണെന്ന് മാത്രം. എല്ലാം ഒരുപോലെയല്ല. നമ്മുടെ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഒക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, വിരൽ തുമ്പിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഫോർഹെഡ് തെർമോമീറ്റർ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫോർഹെഡിൽ വെച്ചിട്ടാണ്, നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആണ്. അത് ആ കൊറോണ സമയത്തൊക്കെ കൂടുതൽ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമുക്കൊക്കെ പനി വന്നതൊക്കെ ചെക്ക് ചെയ്തിരുന്നത്. ആൻഡ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ നമ്മൾ വെക്കുന്നത് ഐദർ ഇൻ ഇയറിലാണെങ്കിൽ ഇയറിൽ, അല്ലെങ്കിൽ ആനസിന്റെ അവിടെ. ദാറ്റ് മീൻസ് റെക്ടം ലേക്ക് എത്തുന്ന രീതിയിൽ ആനസിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തെർമോമീറ്ററിലൂടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, 4ാമത്തെ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ തെർമോമീറ്റർ വെച്ച് പനി മെഷർ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ 4ാമത്തെ പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്ന് വെച്ചാൽ അവരൊക്കെ പുതിയ ആൾക്കാരാണെന്നാണ്. കൊച്ചുകുട്ടികളുടെ ഭാഷയിൽ പറയുന്ന പോലെ
എന്താ പറയാ നമ്മള് 90s പറയും, 80s പറയും, 2000 ഇതിൽ ജനിച്ചവരെന്നൊക്കെ പറയും അല്ലെ. ഓരോരുത്തർക്ക് ഓരോ പേരൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലെ. ഓരോ ഏജ് ഗ്രൂപ്പിൽ ജനിച്ചവർക്ക് ജെൻസി എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിച്ചവര് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ കൊതുകില് ഈ എന്താ പറയാ ടങ്ങിന്റെ അടിയിൽ അല്ലെ, നാവിന്റെ അടിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ടർആം അല്ലെ, നമ്മുടെ അണ്ടർആമിന്റെ അവിടെയൊക്കെ വെച്ചിട്ടാണ് പനി നോക്കുന്നത്. അതിനകത്ത് മെർക്കുറിയാണ് ഫിൽ ചെയ്തിരുന്നത്. സോ നമ്മളുടെ ഈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ മെർക്കുറിയുടെ അളവ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരും അല്ലെ. 96.4 അതന്നെ ഒരു നോർമൽ. അത് കഴിഞ്ഞിട്ട് 100ലേക്ക് 101 അങ്ങനെ മെഷർമെന്റിലേക്ക് ഈ മെർക്കുറികൾ നീങ്ങി വരികയാണെങ്കിൽ ആ പനിയുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അങ്ങനെയാണ് ഈ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു പ്രിസൈസ് ആണ്, മാനുവൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഡിജിറ്റൽ അല്ല. ഇതിനകത്ത് അവിടെ മെഷർമെന്റുകൾ ഓൾറെഡി ആ ഒരു ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലെ. വരയായിട്ട് സ്കെയിലിന്റെ മെഷർമെന്റും അല്ലെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടോ? ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടോ? ഗ്ലാസ് ആൻഡ് ഇവിടെ കിടക്കുന്നതിൽ ഈ മൂന്നാമത് കിടക്കുന്നതാണേ. 1, 2 ഇപ്പുറത്ത് മൂന്നാമത്. ലാസ്റ്റത്തേത് അല്ല, അതല്ല, അത് ലാസ്റ്റത്തേത് ഡിജിറ്റൽ ആണ്. ഓക്കെ, ഏറ്റവും അവസാനം കിടക്കുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ. അതിന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്നത് നമ്മുടെ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഫോർഹെഡ് തെർമോമീറ്റർ അതിന്റെ ഏറ്റവും മുകളിൽ ആദ്യം കിടക്കുന്നത്. ആൻഡ് താഴെ കിടക്കുന്നതാണ് പ്രോബുള്ള മറ്റേ ഇയർ തെർമോമീറ്റർ കേട്ടോ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഓക്കെ, മനസ്സിലായോ? തെർമോമീറ്റേഴ്സ് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ പഠിച്ചത് രണ്ടെണ്ണമാണ്, 2 ഡിഫിബ്രിലേറ്ററും തെർമോമീറ്റേഴ്സും. തെർമോമീറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. 4 രീതിയിലുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റർ ആൻഡ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. 4 മനസ്സിലായോ? ഒരു ടീച്ചറിൽ നിന്നും വേറൊരു ടീച്ചറിലേക്ക് മാറുമ്പോ എന്തെങ്കിലും എന്താ പറയാ കൺവേയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു, ആ ടീച്ചർ മാറി ഈ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും എടുത്തു പറയണം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഓക്കെ ആണ്. 18, 19 പേര് ഇവിടെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. 19 പേർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, യെസ്. Now moving to the next equipment. അടുത്ത equipment ഏതാ? ഇത് നിങ്ങൾ പറഞ്ഞ എക്യുപ്മെന്റിൽ പെട്ട സാധനമാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് ആണ്. ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഗോജ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ BP അതിനകത്ത് തന്നെ വേർഡിൽ തന്നെ ഉണ്ട്. BP മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. BPയുടെ ലെവല് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷർമെന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് കാണാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ഇതിനൊരു പേര് പറയും. ഇതൊരു അപ്പാരറ്റസ് ആണ്. BP മെഷർ ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. നെയിം, പേരുണ്ട്. എന്താണത് പേര്? എന്താ പേര്? സ്പിഗ്മോ മാനോമീറ്റർ അല്ലെ. സ്പിഗ്മോ മാനോമീറ്റർ. ഒന്ന് അതൊക്കെ ബ്രേക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ തെറ്റിപ്പോകും. സ്പിഗ്മോ മാനോമീറ്റർ ആണ്. യെസ്, അതൊരു എന്താ പറയാ, അതാണ് നമ്മളുടെ BP മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ബിക്കോസ് ഓൾറെഡി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴൊക്കെ കൊച്ചുകുട്ടികൾ മുതല് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അവരുടെ വരെ BP ഒക്കെ നോക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കാം. ബിക്കോസ് ഈ BPയുടെ ലെവലിലൊക്കെ വേരിയേഷൻസ് പെട്ടെന്ന് വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഇൻഫ്ലേറ്റഡ് കഫ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വീർത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ഇല്ലേ അതിനകത്ത് അല്ലെ. അതുപോലെ തന്നെ അതിന് ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ മാനുവൽ ആയിട്ട് നമുക്കിങ്ങനെ പഫ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലും ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ ചുറ്റിയിട്ട് അത് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വീർത്ത് ഇൻഫ്ലേറ്റ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ വീർത്ത് നമ്മളിവിടെ ഇങ്ങനെ ടൈറ്റ് ആകും. ആൻഡ് അതിനനുസരിച്ച് മെഷർമെന്റ് ഈ ഒരു എന്താ പറയാ ഒരു അലുമിനിയോ എന്തോ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ആ സാധനത്തിന് മുകളിൽ ഒരു ലെവൽ കാണിക്കുന്ന ഒരു സാധനമുണ്ട്, മീറ്റർ, അതിന്റെ ഒരു മെഷർമെന്റ് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും BP മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് അതിനെയാണ് നമ്മൾ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് വിളിക്കാം. നമുക്ക് എന്തെങ്കിലും ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചുമ, പനിയൊക്കെ അധികം വരുമ്പോഴൊക്കെ എന്തായാലും ഹോസ്പിറ്റൽസിൽ ചെന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ?
അവിടെ കിടക്കുന്ന സെന്റൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അതൊന്നും ഞാൻ വായിക്കാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ തന്നെ വായിച്ചു നോക്കാം. ബിക്കോസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ ആ സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇതൊന്നും നോക്കിയാൽ മാത്രം മതി. ഓക്കെ, വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ സെന്റൻസ് വായിച്ചു തന്നിട്ട് നമ്മൾ പറയുന്നതല്ല, മീൻസ് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാ. ഞാൻ വായിച്ചു നോക്കിയിട്ടാണ് ഇതൊക്കെ കയറി ക്ലാസ്സിൽ വന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ സെന്റൻസ് വായിച്ചാലാണ് യു ക്യാൻ ആൻസർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ബിക്കോസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ വൺ വേർഡ് ആൻസർ ആണ്. അപ്പൊ ആ വൺ വേർഡ് നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി ലൈൻ. മനസ്സിലായോ? അപ്പൊ സെന്റൻസ് വായിച്ചു നോക്കേണ്ടത് നിങ്ങളാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പഠിപ്പിക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ സെന്റൻസ് വായിച്ചൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയാ പഠിക്കാൻ ഒരു പ്രചോദനമായിരിക്കും. ബിക്കോസ് ഇങ്ങനെ ഇരുന്ന ഒരാളിരുന്ന് സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സെന്റൻസ് ഒക്കെ വായിച്ചത് ഞങ്ങൾ കേട്ടത്. അപ്പൊ അതിന് പകരം നമ്മൾ ഇത്തിരി സമയം മാറ്റി വെച്ച് കേട്ട ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ പിന്നെ ഇനി റെക്കോർഡ് കാണേണ്ട ആവശ്യമില്ല. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവര് അതോടുകൂടിയാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ ആ ക്ലാസ്സിനകത്ത് അവരെ ഇരിക്കുമ്പോ നോട്ടുമായിട്ടിരിക്കുക, നോട്ട് കയ്യിൽ പിടിച്ചിട്ടിരിക്കുക. അല്ലാതെ വെറുതെ കയറുന്ന ക്ലാസ് ആ ടീച്ചർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. നോട്ടിൽ ടീച്ചർ ഏത് ഭാഗമാണ് എടുക്കുന്നത്. സോ ബൈ ദ ടൈം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഗോ ത്രൂ ദ ലൈൻസ്. ടീച്ചർ പറയുന്ന കാര്യത്തിൽ ഇവിടെ ലൈനിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇരിക്കുന്നവര് പിന്നെ ഇനി റെക്കോർഡ് കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നോട്ട് മാത്രം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. BP മെഷർമെന്റ് ചെയ്യുന്ന ടെസ്റ്റിനെ കുറിച്ച് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തെടുത്തോട്ടെ. യെസ്, അടുത്തത് നമ്മുടെ പ്രസന്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മീൻസ് അത് വേറെ രീതിയിലാണ് ഇപ്പൊ പ്രസന്റേഷൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ബാക്ക് അടിച്ച് പോകണം ഓരോ പ്രാവശ്യവും. അതാണ് പ്രശ്നം. എന്നെ കാണാൻ പറ്റുന്നില്ല അത് വരെ ഒക്കെ. ഞാനൊക്കെ ബാക്ക് അടിച്ച് ഇതിന്റെ പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാൻ പറ്റുന്നില്ല. ബാക്ക് അടിച്ച് പോയിട്ടാണ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ്, സോ നെക്സ്റ്റ് മെഡിക്കൽ എക്യുപ്മെന്റ് നമുക്ക് പരിചയപ്പെടാം. ലാരിംഗോസ്കോപ്പ് ആണ്. എന്താ ലാരിംഗോസ്കോപ്പ്? കേട്ടിട്ടുണ്ടല്ലോ. ലാറിങ്സ് എന്ന് പറയുന്ന ഒരു അവയവം ഉണ്ട് നമുക്ക്, അല്ലെ? അത് കേട്ടിട്ടുണ്ടോ? അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു? അതും നമ്മുടെ 5th ചാപ്റ്ററിൽ, ഫസ്റ്റ് മൊഡ്യൂളിലെ 5th ചാപ്റ്ററിൽ നമ്മളുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളെ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. അതിൽ ഒരു ചാപ്റ്റർ ആയിരുന്നു ENT, ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെ? അപ്പൊ ENTയിൽ വരുന്ന ഒരു സാധനമാണ് എയർവേ. നമ്മുടെ എയർവേ, നമ്മള് ശ്വാസം എടുക്കുന്നത് മുതല് അത് പാസ് ചെയ്ത് ലങ്സിലേക്ക് എത്തുന്നത് വരെ പാസേജ് മുഴുവൻ പോകുന്ന വഴിയൊക്കെ ഇല്ലേ ഓരോ അവയവങ്ങളുണ്ട്, അല്ലെ? അതിൽ ആ എയർവേയില് ഉള്ള ഒരു പാർട്ടാണ് ലാറിങ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ലാറിങ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എക്യുപ്മെന്റ് ഓർ ഇറ്റ്സ് എ മെഷർമെന്റ് യൂണിറ്റ് വിച്ച് ടു ഒബ്സർവ് അവർ ലാറിങ്സ്. നമ്മുടെ ലാറിംഗോസ്കോപ്പ് ആണ് നമ്മുടെ ലാറിങ്സിനെ, ഈ എയർവേ, ഈ ത്രോട്ടിന്റെ ഭാഗത്തിൽ കൂടി പോകുന്ന ഈ എയർ പാസേജ് പോകുന്ന വഴി ആ ലാറിങ്സിനെ പരിശോധിച്ച് ചിലപ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം. ലാരിംഗോസ്കോപ്പ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ നടത്തുന്ന ഒരു പ്രോസസ്, ആ ഒരു മെഡിക്കൽ പ്രോസസ്സിനെ, അങ്ങനെ നമ്മൾ ലാരിങ്സിനെ പരിശോധിക്കുന്ന രീതിയില്ലേ, ആ പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയും, അല്ലെ? നമ്മളുടെ എൻഡോസ്കോപ്പി എന്ന് കണ്ടിട്ടില്ലേ? എൻഡോസ്കോപ്പി എന്തിനാ? എൻഡോസ്കോപ്പി നമ്മൾ എപ്പോഴാ ചെയ്യാം? ഏത് ഓരോ പർട്ടിക്കുലർ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ടെസ്റ്റിങ്ങിന്റെ രീതി, പ്രോസസ്സ് വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ഒരേ പ്രോസസ്സിംഗ് അല്ല ചെയ്യാം. അപ്പൊ വയറിനകത്ത് ലൈക്ക് ഈസോഫാഗസ്, സ്റ്റൊമക്കിനകത്തുള്ള അബ്ഡോമിനൽ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അതിനെന്തെങ്കിലുമൊക്കെ ഇപ്പൊ ലൈക്ക് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഈസോഫാഗസിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എപ്പോഴും വയറുവേദന, ചില കുട്ടികൾക്ക് ആദ്യമൊക്കെ കുറച്ചൊക്കെ മരുന്നൊക്കെ കൊടുത്തു, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് അത് മരുന്നൊക്കെ കൊടുത്തു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും എന്താ പറയാ, ആ മരുന്ന് കഴിക്കുമ്പോ ഒരു റിലീഫ്, പക്ഷെ വീണ്ടും വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു എൻഡോസ്കോപ്പി ചെയ്യാം, അല്ലെ? വയറിനകത്തേക്ക് ഉള്ള പരിശോധനയാണ്. ഓക്കെ, അത് എൻഡോസ്കോപ്പി. ഇത് ലാറിങ്സ് പരിശോധിക്കുക, നമ്മുടെ ഈ ത്രോട്ടിലുള്ള എയർവേനെ പരിശോധിക്കുക. ലാറിങ്സ് എന്ന് പറയുന്ന ഒരു അവയവത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു രീതി.
ആ പ്രോസസ്സിനെയാണ് ലാരിംഗോസ്കോപ്പി എന്ന് വിളിക്കുക. ആ പ്രോസസ്സിംഗ് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റിനെ ലാരിംഗോസ്കോപ്പ് എന്ന് വിളിക്കും. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ ആണ്. യെസ്. നെക്സ്റ്റ് അടുത്തത് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക് കണ്ടിട്ടുണ്ടാവും. നമ്മളെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിലും സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ വരുന്നത് ഓക്സിജൻ മാസ്ക്. എന്താ ഓക്സിജൻ മാസ്ക്? ഓക്സിജൻ മാസ്ക് എന്തിനായിരിക്കും? നമ്മുടെ ഇങ്ങനെ ഫേസിൽ അല്ലെ, മേ ബി ചില സമയത്ത് നോസും മൗത്തും മാത്രം കവർ ചെയ്തിട്ട്, അതർവൈസ് ഫേസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ടു ക്യാരി ബ്രീത്തിങ്, നമ്മുടെ ഈ ശ്വാസത്തെ ഓക്സിജൻ അല്ലെങ്കിൽ എന്താ പറയാ ഈ ആൾക്ക് കൊടുക്കാൻ വേണ്ടി, ശ്വാസം എടുക്കാൻ വേണ്ടി ഓക്സിജൻ എന്താ പറയാ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാങ്കിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ, ആളിലേക്ക് ആ വ്യക്തിക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രുമെന്റ്, അതിനെയാണ് നമ്മൾ ഓക്സിജൻ മാസ്ക് എന്ന് വിളിക്കുക അല്ലെ. ശ്വാസം കൊടുക്കുക, അതെങ്ങനെ കൊടുക്കും? ഓക്സിജൻ ആണ് കൊടുക്കുന്നത്. ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിൽ നിന്ന്. ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടല്ലേ ഹോസ്പിറ്റൽസിൽ, കണ്ടിട്ടില്ലേ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ എന്നൊക്കെ പേര് വെച്ചിട്ട് ഇങ്ങനെ കുറ്റി. അത് നമ്മുടെ എന്താ പറയാ ബ്രീത്തിങ് ഒട്ടും എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ബെഡിന്റെ ആ ബാക്കിൽ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ ഗ്യാസ് എങ്ങനെയാ, ഗ്യാസ് സിലിണ്ടർ എവിടേക്കാ കൊടുക്കുന്നത്? നമ്മുടെ ഗ്യാസിന്റെ സ്റ്റൗവിലേക്കാണ് കൊടുക്കുന്നത്. അതിൽ വയർ വെച്ച് കണക്ട് ചെയ്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് ആ ഗ്യാസിനെ ഫ്ലോ ചെയ്യിപ്പിക്കണം. എന്നാലാണ് അതിന്റെ ബർണറിലേക്ക് ആ ഗ്യാസ് അതിലൂടെ വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈറ്റ് ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ അത് ബേൺ ആകുക. അതിനകത്തുനിന്ന് വരുന്നത് നമ്മുടെ സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് ആണ്. അതിനകത്തുള്ള ഗ്യാസ് അതാണ് പുറത്തേക്ക് വരെ കത്തുന്നത്. മനസ്സിലായി? അതേസമയം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ ഗ്യാസ് ആണ്. അത് നമ്മളുടെ നമുക്ക് എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഓക്സിജൻ തരാനുള്ള ഒരു രീതിയാണ്. എന്താ പറയാ സെൽഫായിട്ട് ബ്രീതിങ് പറ്റാത്ത ആളുകൾക്കാണ് ഇങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ ലങ്സിലേക്ക് കയറ്റിവിടാനായിട്ട്, ടാങ്കിൽ നിന്ന് കയറ്റിവിടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി റാപ്ഡ് ഐദർ ഇൻ ദ മൗത്ത് ഓർ നോസ്, നമ്മുടെ മൂക്കിന്റെയും അല്ലെങ്കിൽ വായുടെയും ആ ഭാഗത്ത് ഇങ്ങനെ പൊതിയുന്ന രീതിയിലാകാം, അതല്ലെങ്കിൽ ഫേസ് മൊത്തം പൊതിഞ്ഞിട്ടുള്ള രീതിയിലും കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ഓർ സിലിക്കൺ ഓർ റബ്ബർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മാസ്കുകൾ ഉണ്ട് എന്നാണ് പറയുക. പ്ലാസ്റ്റിക് കൊണ്ടോ സിലിക്കോൺ കൊണ്ടോ അതുപോലെ തന്നെ റബ്ബറോ വെച്ചിട്ടുള്ള ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില പാർട്സ് ഒക്കെ ചിലപ്പോൾ റബ്ബർ ആയിരിക്കും, ചില പാർട്സ് സിലിക്കോൺ ആയിരിക്കാം, മേ ബി. അങ്ങനെയൊക്കെയാണ് ആ ഒരു ഓക്സിജൻ മാസ്ക് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? അഞ്ചാമത്തെ എക്യുപ്മെന്റ് ഓക്കെ ആണോ? 5 എക്യുപ്മെന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ഓർത്ത് നോക്കിയേ? ഏതൊക്കെയാണ് 5 എക്യുപ്മെന്റ് പഠിച്ചത്? ഞാൻ ഓർക്കുള്ളത് വേഗം പറ. ഡിഫിബ്രിലേറ്റർ പറയാൻ പറ്റില്ലല്ലേ, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പറയാമോ ആർക്കെങ്കിലും? ഏതൊക്കെയാണ് 5 എക്യുപ്മെന്റ് പഠിച്ചത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞത് തെറ്റിയാലോ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. തെറ്റുണ്ടാന്ന് നോക്കട്ടെ. ഇത്തിരി സ്പെല്ലിംഗ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേർഡുകളാണ്, എഴുതാൻ പറ്റും നമുക്ക്. പറയാമോ? പ്രവീൺ സോറി പ്രവീണ ഒന്ന് പറയാമോ? കനീസേ ഏതൊക്കെയാണ് ആ 5 എണ്ണം പറഞ്ഞത്? പെട്ടെന്ന് പറഞ്ഞേ. പ്രവീണയ്ക്ക് പറയാൻ പറ്റില്ല? ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറയൂ. പറയില്ല, ആരും പറയില്ല. പ്രവീണ വിട്ട് വേറെ ആരെങ്കിലും പറയോ? പൊതുവെ നിങ്ങൾ സംസാരിക്കാത്തവരാണ്. രണ്ടുപേരിന്ന് ആദ്യം ഞാൻ ചോദിച്ചപ്പോ 2 പേരും മറുപടി പറഞ്ഞു. ബാക്കി ആരും മൈക്ക് ഓണാക്കാൻ പറ്റല്ലേ? അൺമ്യൂട്ട് ചെയ്തു, ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ആരെങ്കിലും ഒന്ന് സംസാരിച്ച് ഇല്ലേ? സൗണ്ട് മാറിയിട്ടില്ലേ? ചെയ്തല്ലോ. മാറ്റി. ഓക്കെ, പറയൂ. Defibrillator. Thermometers is 4 types: digital thermometers, electronic ear thermometers, forward thermometers, glass and mercury thermometers. The blood pressure apparatus is sphygmomanometer. That time that inflatable cuff is also attached, and the laryngoscope is attached to larynx of the throat. Oxygen mask is connected to the gas, then oxygen is sent to the lungs. That is help the oxygen sent to lungs. Okay, very good.
ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ട. നമ്മളെ പഠിക്കുന്നതേ എന്തിനു വേണ്ടിയിട്ടാ? കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മൾ എന്തിനാ പഠിക്കുന്നേ? നമ്മള് ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എക്സാമിന് വേണ്ടി മാത്രമല്ല. എക്സാം എഴുതാൻ വേണ്ടി മാത്രം. എക്സാമിന് എനിക്ക് 100 out of 100 മോഡൽ എക്സാമിനും കിട്ടണം, 60 out of 60 ഫൈനൽ എക്സാമിനും കിട്ടണം എന്നുള്ള ചിന്തയിൽ മാത്രം പഠിച്ചാൽ പോരാ. വി ഹാവ് ടു ഗോ ഫോർ എ വർക്ക്. ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കാൻ പോകുന്നവരാണ്. അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ടതെന്ന് അറിയോ? ഈ പഠിച്ചത് കുറെ കൊണ്ട് അവിടെ പോയിട്ട് പരീക്ഷ എഴുതലല്ലോ ജോലിക്ക് പോകുമ്പോ. അവിടെ നമ്മള് you have to understand that we have already heard all these things. അവരവിടെ ഹോസ്പിറ്റൽസിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ആരാണ് പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ടു മാനേജ് ഓൾ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഒരു ഹോസ്പിറ്റലിലും മൊത്തത്തിൽ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ അറിയാം. ഓക്കെ, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്, അതെനിക്കറിയാം. അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റർ ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയണമല്ലോ. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മളുടെ സ്മാർട്ട്നെസ്, എനർജി ഒക്കെ നമ്മൾ അവിടെ കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ഒതുക്കി കൂടിയിട്ട് ഇരിക്കാതെ ബി സ്മാർട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് സ്മാർട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തോ. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും നിങ്ങളെ കടന്നില്ല. തെറ്റാവാം, മനുഷ്യന്മാർക്കില്ലേ തെറ്റ് വെച്ചാൽ. തെറ്റ് പറ്റുന്നത് മനുഷ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്. വിചാരിക്കും നമ്മൾ തെറ്റ് ചെയ്യരുതെന്നൊക്കെ, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊക്കെ അല്ലെ, സ്വാഭാവികം, അതൊക്കെ കോമൺ ആണ്. പക്ഷെ നമ്മളത് തിരുത്തി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കുട്ടികളൊക്കെ നമ്മൾ തിരുത്തുകയെ അതുപോലെ തന്നെ. ഓക്കെ, ഫൈൻ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത 2 കൂടി പരിചയപ്പെടാൻ പറ്റുമെന്ന് നോക്കാം, സമയമുള്ളതനുസരിച്ച്. അടുത്തത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. ദാറ്റ് ഈസ് ECG. ECG എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ECG എടുക്കുന്നു. എക്സ്പീരിയൻസ് ഉണ്ടോ ECG എടുത്തതായിട്ട്? ഇപ്പോഴത്തെ കാലത്തെ പറയാണ് എല്ലാവരും വൺസ് ഇൻ എ ഇയർ യു ഹാവ് ടു മേക്ക് സം ബോഡി ചെക്കപ്സ് അല്ലെ. ഹോൾ ബോഡി ചെക്കപ്പ് ഒക്കെ എല്ലാവരും ചെയ്യണം എന്നാണ് പറയണത്. എല്ലാ വർഷത്തിലും ഒരിക്കലും ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആദ്യം തങ്ങളുടെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ തോന്നിയ പോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഇറഗുലർ ആയിട്ടുള്ള ഫുഡിങ് ഒക്കെ എന്ന് വെച്ചാൽ ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം പോയി 4 മണിക്ക് കഴിക്കുന്നു, രാത്രിയൊക്കെ പോയി 12 മണിക്ക് കഴിക്കുന്നു അല്ലെ. അതിരാവിലെയുള്ള ഭക്ഷണം അല്ലെങ്കിൽ രാവിലെ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. കണ്ടോ, ഇറഗുലർ ആയിട്ടുള്ള ഫുഡിങ്. ഈവൻ മീ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഫുഡിങ് രീതിയൊക്കെ. ഓക്കെ, നമ്മളുടെ ഒരു എന്താ പറയാ കൺവീനിയൻസ് അനുസരിച്ച് ഇന്നത്തെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ മനുഷ്യന്മാരെ രോഗികളാക്കുന്നത്. ഉറക്കമില്ല, മര്യാദക്ക് ആ ഒരു ടൈമിങ്ങിൽ ഉറങ്ങുന്നില്ല, ഉറക്കം തന്നെ ഡിസോർഡർ ആകുന്നു. ഇതൊക്കെ ഓരോരുത്തരെയും ഓരോ ദിവസം ചെല്ലുന്നതും രോഗികളാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളുടെ ഈ ബോഡി കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വിചാരിക്കും വി ആർ എനർജറ്റിക് അല്ലെ, നമ്മൾ സ്മാർട്ട് ആണ്, എനർജറ്റിക് ആണ്, നമ്മൾ ഹെൽത്തി ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പുറമേയുള്ള ബോഡി മാത്രം നോക്കിയാൽ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഓരോ സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അങ്ങനത്തെയാണ്. ആദ്യം പറഞ്ഞതുപോലെ അല്ലെ, പെട്ടെന്നാണ് നമ്മളുടെ കൂടെയുള്ള ഒരാള് പെട്ടെന്ന് ഇല്ലാതാകുന്നത്. അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എല്ലാവരും എല്ലാവർക്കും എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ നെഞ്ചുവേദന എടുക്കുന്നതോ എന്നൊക്കെ ഒരു പേടി അല്ലെ. അപ്പൊ അതുപോലെ അപ്പൊ ECG എന്ന് പറയുന്നത് ഇന്ന് ഇതുപോലെ എന്തെങ്കിലും നെഞ്ചുവേദന അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ആണെങ്കിൽ പോലും ചെല്ലുമ്പോ ഒരു ECG ഒക്കെ എടുക്കാൻ പറയും അല്ലെ. അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ ECG എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഒക്കെ ഏത് രീതിയിൽ നടക്കുന്നു എന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഉപകരണം കേട്ടോ. അത് ECG മെഷർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് ഇലക്ട്രോഡ്സ് ഒക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇലക്ട്രോഡുകൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, ആ ഹാർട്ട് ബീറ്റ് വെച്ച് നോക്കി അവിടെ അത് മെഷർ ചെയ്യും. അത് മെഷർ ചെയ്യാൻ അപ്പൊ അതിന്റെ ആ ഒരു വേരിയേഷൻ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഫൈൻഡ് ആവും. ഡോക്ടേഴ്സിന് അത് മനസ്സിലാകും. ആ റീഡിങ് നോക്കി ആ മെഷർമെന്റ് അവർ വേവ്സ് ആയിട്ടൊക്കെയാണ് ഇങ്ങനെ പോകുക അല്ലെ. അപ്പൊ അതൊക്കെ നോക്കി കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലാക്കും ഏതെങ്കിലും ടൈപ്പ് ഓഫ് വേരിയേഷൻ ഇസ് ഇൻ ദ ഹാർട്ട്. ഹാർട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ഹാർട്ട് ബീറ്റില് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം. അതിനെയാണ് നമ്മള് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. എന്തായിരുന്നത്? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് അവർ ഹാർട്ട്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാണ് കേട്ടോ. ഇത്ര സമയത്തിനുള്ളിൽ ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു മെഷർമെന്റ് എങ്ങനെയാ പോകുന്നത് എന്ന് കാണാം. ഇത്ര സമയമാണ്. അല്ലാണ്ട് കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ ഇത് ചെയ്തോളൊന്നും കിടക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമാണ്. മേബി 5 minutes ആകാം, ചിലപ്പോൾ 10 minutes ആകാം. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഒന്നുകൂടി ചെയ്തു നോക്കുന്നു.
എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അത് റിപ്പീറ്റഡ് ആണോ, സെയിം ടൈമിൽ തന്നെയാണോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ടു ഫൈൻഡ് ദിസ്. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇത് മെഷർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഇതിനാണ് ഞാൻ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ സാധനം ഇങ്ങനെ മെഷർ ചെയ്യുന്നപ്പോ നമുക്ക് എന്നിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് തരും. ഒരു ഗ്രാഫ് പേപ്പർ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. പ്രത്യേക ലൈൻ പോയി കഴിഞ്ഞാൽ ബീച്ച് ഇല്ല. നമ്മൾ അതും സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് അവരവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ടിവിയിലൊക്കെ എന്താ പറയുക, മോണിറ്റർ വെച്ചിട്ട് അതിൽ കൂടിയിട്ട് കാണിക്കും. ചില ICUലൊക്കെ വെന്റിലേഷനിലൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതങ്ങനെ ചെയ്ത് കാണിക്കാറുണ്ട്. സിനിമയിലൊക്കെ അങ്ങനെ കണ്ടോ? യെസ്. സോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത എക്യുപ്മെന്റിലേക്ക് ഇപ്പൊ പോണ്ടേ. നമ്മുടെ കുറെ കുട്ടികളോട് ചേർന്ന് ഓരോ എക്യുപ്മെന്റ് ആണ് സിമ്പിൾ ആയിട്ട് തന്നേക്കണേ. നമുക്ക് ആ മെഷീൻ എന്തിനാണ്, എന്താണ് പേരും അറിയാം, അതിന്റെ ഫങ്ഷനിങ്ങും അറിയാം, അത്രേ ഉള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് വളരെ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് തന്നേക്കണേ. ജസ്റ്റ് നമുക്കത് അറിഞ്ഞാൽ മതി. ബിക്കോസ് നമ്മള് ഈ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടവരോ ഓപ്പറേഷൻ ചെയ്യേണ്ടവരോ ഒന്നും അല്ല നമ്മൾ ഇതൊന്നും അറിയണം. ഹോസ്പിറ്റൽസിൽ ദേ ആർ യൂസിങ് ദീസ് ടൈപ്സ് ഓഫ് മെഷീൻസ്, എക്യുപ്മെന്റ്സ്. ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിന്, അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഇതിന്റെ പേരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഓക്കെ, അത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന മെഷീൻ ആണ്. കണ്ടോ? ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. അപ്പൊ അവിടെയാണ് അത് ആവശ്യം, അല്ലെങ്കിൽ അവിടെയാണ് അത് കൂടുതലും അവര് എടുത്തു വെക്കുക. അവിടെയുള്ളവർക്കാണ് ഇതുകൊണ്ട് ആവശ്യം വരുന്നത്. ആ ഒരു കാത്തലാബ് അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗത്തിന്റെ അകത്താണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളത് അടുത്തത് നോക്കാം നമുക്ക്. അതുകൂടി പറഞ്ഞിട്ട് നിർത്തിക്കോളാം ഞാൻ. വെയിങ് മെഷീൻ ആണ്. എന്താ വെയിങ് മെഷീൻ? വെയിറ്റ് നോക്കുന്ന മെഷീൻ തന്നെയാണ്. യെസ്, സ്കെയിൽ വിച്ച് ഈസ് ഇലക്ട്രോണിക്കലി മെഷറിംഗ് അവർ വെയിറ്റ്, ബോഡി വെയിറ്റുകള്, ബോഡിയുടെ എന്താ പറയാ പലതരത്തിലും. ബോഡി വെയിറ്റ് മാത്രമല്ല കേട്ടോ, ചില വെയിങ് മെഷീൻസിൽ പല ഫങ്ഷനിങ്ങും ഉണ്ട്. ബോഡി വെയിറ്റ് മാത്രമല്ല, മറ്റു പല റീഡിങ്സും, ബോഡിയുടെ ഫാറ്റ്, പിന്നെ എന്താ പറയാ ബോഡി എന്താ പറയാ മാസ് ഇൻഡെക്സ്, BMI, ബോഡി മാസ് ഇൻഡെക്സ്. എന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടാ. ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ മെഷർ ചെയ്യാനുള്ള ഒരു മെഷീൻ, ഡിജിറ്റൽ ആയിട്ടാണ് അതിന്റെ മുകളിൽ നമുക്ക് അതിന്റെ മെഷർമെന്റ് കൃത്യമായിട്ട് അവര് എന്താ ഡിസ്പ്ലേ ചെയ്യും ഡിജിറ്റൽ ആയിട്ട്. അങ്ങനെയുള്ള മെഷീൻ അതിനെയാണ് നമ്മൾ വെയിങ് മെഷീൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? ബോഡി വെയിറ്റ്, അതുപോലെ ബോഡി ഫാറ്റ്, BMI, ബോഡി മാസ് ഇൻഡെക്സ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. എപ്പോഴാണെങ്കിൽ എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കാം BMIയുടെ ഫുൾ ഫോം ഒക്കെ. ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള മെഷീൻ, വെയിങ് മെഷീൻ. നമ്മുടെ വീടുകളിലൊക്കെ വെയിങ് മെഷീൻ ഒക്കെ ഉണ്ട്. നമ്മളുടെ വെയിറ്റ് മാത്രം നോക്കാൻ, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഹോസ്പിറ്റൽസിൽ they are using such weighing machines which can measure body weight, body fat, body mass index. Clear ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 7 എക്യുപ്മെന്റ് പഠിച്ചെടുക്കാം. മൊത്തം 40 ആണ്. 43 ഉണ്ട്. 43 എക്യുപ്മെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 7 എണ്ണം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. ഒന്നാമത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നൊക്കെ എനിക്ക് അറിയണ്ടേ? എല്ലാവർക്കും മനസ്സിലായോ? 7 മെഷീനെ നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പഠിച്ചത്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ല ഷബാന എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷബാന? നോ. യെസ്. ഓക്കെ, അപ്പോഴില്ലേ ഞാൻ പറഞ്ഞു തന്നത് അതെ ഒരാള് മാറി വേറൊരാൾ വരുമ്പോ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഫീൽ ചെയ്യും. ആള് എടുത്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇന്ന ആള് എടുക്കുമ്പോ എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. വേ ഓഫ് ടീച്ചിങ്ങോ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയാണ്. പക്ഷെ whatever it may be, you have to understand what it is said in the class. പറഞ്ഞത് മനസ്സിലാകണം, അത്രേ ഉള്ളൂ അല്ലെ? അങ്ങനെയല്ലേ? പറഞ്ഞത് മനസ്സിലാകണ്ടേ? ആരെടുക്കുന്നത് രീതിയിലല്ല നമ്മള് കാര്യം എനിക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. അത് മനസ്സിലായോ എന്ന് നിങ്ങൾ പറയുമ്പോ എനിക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് കുറെ എടുത്തു കൂട്ടി വേഗം തന്നെ കോശം തീർത്ത് വെച്ചിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ അത് നമ്മളുടെ ഒരു രീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നതും നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത് മനസ്സിലായില്ലേ, മനസ്സിലായോ എന്നൊക്കെ.
ഓക്കെ, സോ മനസ്സിലായി തന്നെയാണ് എല്ലാവരും വീണ്ടും വീണ്ടും പറഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ആക്ച്വലി ട്യൂസ്ഡേ ആണ് കേട്ടോ നമ്മുടെ ക്ലാസ് വരിക. ട്യൂസ്ഡേയിലെ ടൈം ടേബിളിലാണ്. പക്ഷെ ഇന്നലെ ഇപ്പൊ ടീച്ചർ എനിക്കൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വേറെ ക്ലാസ് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ടീച്ചറിനെ ഞാൻ കയറ്റിയത്, സോളി ടീച്ചറിനെ. ഓക്കെ, ടീച്ചർക്ക് ഓൾറെഡി ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ എന്താ പറയാ, അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി കുറച്ചല്ലേ ഉള്ളൂ വെച്ച് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് അവർക്കൊരു വർക്ക് ലോഡ് കൂടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ബാക്കി എല്ലാവരും അവരവരുടെ ടീച്ചേഴ്സ് എടുത്തോളൂട്ടോ അവരുടെ ടോപ്പിക്സ് ഒക്കെ. ഈ ഒരു ചാപ്റ്റർ മാത്രമേ എടുക്കാനുള്ള സമയം കിട്ടുള്ളൂ. ആക്ച്വലി ഒരാഴ്ചയിൽ ഒരു അവറല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ അവർ തീർന്നില്ല എങ്കിൽ ഞാൻ വന്ന് എടുത്ത് തീർത്തോളാം. എടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ 7 എണ്ണം തന്നെ ഇന്ന് പറഞ്ഞല്ലോ. ഇനി ബാക്കി 3 ക്ലാസ് ഉണ്ട്. ആ 3 ക്ലാസ്സിൽ ഇപ്പൊ ഇന്ന് കുറച്ച് പറഞ്ഞതുള്ളൂ. ബിഗിനിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങള് അതല്ലാത്ത ടോപ്പിക്കിലല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊപ്പോർഷൻ രീതിയിൽ പോകുകയാണെങ്കിൽ 10-12 എനിക്ക് എടുക്കാൻ പറ്റുമായിരുന്നു അല്ലെ. 5 കൂടി എടുക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ ബിഗിനിങ്ങിൽ കുറച്ച് കളഞ്ഞു അല്ലേ. അപ്പൊ പറ്റൂല. അപ്പൊ എന്തായാലും തീർന്നു. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് എഴുതി എടുത്ത് തന്നിട്ട് നമ്മൾ വിടുള്ളൂ. ഓക്കെ, സോ സീ യു. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. എല്ലാവരും